റോട്ടിൽ കുറേ കാലങ്ങളായിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ നാട്ടുകാരുടെ അടിയും ഇടിയും കൊണ്ട് വളരെ ദാരുണാവസ്ഥയിൽ കൊണ്ടുവന്ന ഒരു കൊച്ചിനെ പോലെ ഉണ്ട് ഇപ്പം എന്നെ കാണാൻ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു. ആൻഡ് ദിസ് ഇസ് മൈ ശില്പ. അപ്പം എല്ലാവർക്കും ഒന്നും കൂടെ സുഖം തന്നെ വിചാരിക്കുന്നു. ആൻഡ് നമ്മുടെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ അടുത്തു, അല്ലെങ്കിൽ അടുക്കാറായി. എനിക്കറിയില്ല ഈ വീഡിയോ എന്നാണ് ഇടാൻ പോണതെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നാൽ ഇന്ന് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ തമിഴിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താ കാര്യം. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇടാനായിട്ട് മറക്കരുത്. എന്നാൽ മാത്രം ആണെന്ന് ഞാൻ പറയില്ല, എന്നാൽ മാത്രമാണ് യൂട്യൂബിൻ്റെ ഒരു ഇതിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരുള്ളൂ. പക്ഷേ യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം അനുസരിച്ച് ആർക്കും നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നില്ല. സോ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, എല്ലാ ട്യൂസ്ഡേയ്സും തേഴ്സ്ഡേയ്സും അറ്റ് 4:30 PM നമുക്ക് വീഡിയോ ഉണ്ടാവും. സോ യൂട്യൂബ് തന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് കാണാം. അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മറക്കാതെ വന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഇട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അവിടെ വന്നിട്ടൊരു സ്റ്റോറിയെങ്കിലും ഇടും. അപ്പോൾ അവിടെയും വന്നിട്ടൊന്ന് ഫോളോ ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ തെറ്റിപ്പോയില്ല, ഒന്നും കാണാണ്ടായിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിതൗട്ട് എനി ഫർദർ ഡിലേ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ വി ആർ ഗോയിങ് ടു ട്രൈ ഔട്ട് 5-minute മേക്കപ്പ് ഹാക്സ്. യെസ്, അപ്പോൾ നമ്മളിന്ന് ഇതാണ് ട്രൈ ചെയ്യാൻ പോണത്. ഞാൻ പണ്ട് തുടങ്ങിയ, യൂട്യൂബ് തുടങ്ങിയ കാലം തുടങ്ങിയിട്ട് ഈ സാധനം ഇവിടെ ഉണ്ട്. 5-minute ക്രാഫ്റ്റ്, 5 minute. അത് എപ്പോഴാണ് 5-minute മേക്കപ്പിൻ്റെ സംഭവം അങ്ങോട്ട്, ഇപ്പോഴല്ല കുറച്ച് നാളായി. അപ്പം ഞാനും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ കുറേ നാളായി വിചാരിക്കണം. പക്ഷെ എന്ത് ചെയ്താരേ ബാപ്പറെ നടക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ ഇന്നാണെങ്കിലും എൻ്റെ സ്കിന്നുണ്ടല്ലോ, ഞാനുണ്ടല്ലോ വേറൊരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളെൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാനൊരു ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ആ കാറ്റും മൊഴിയൊക്കെ കണ്ടിട്ട് എൻ്റെ സ്കിന്നോട് മാത്രമേ. അത് കഴിഞ്ഞിട്ട് മറ്റേ ഒരു സിറം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പെർജിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന, നിങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിറത്തിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ അതും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പെർജിങ് കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നും വിചാരിച്ചു ദൈവമേ ഇന്ന് വീഡിയോ എടുക്കണം, ചെയ്തില്ലെങ്കിലോ, കാരണം എനിക്ക് ലോകം മടിയാണ് യുനോ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ കണ്ടീഷൻ പാവമാണത്. ഞാനതിന് എങ്ങനെയൊക്കെയോ സെറ്റപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ വന്നിട്ട്. പിന്നെ അടുത്ത കാര്യം, മുടി ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ നല്ല ചെറുതായിട്ടൊന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ബ്ലോ ഡ്രൈ ചെയ്യാൻ അറിയില്ല എന്ന്. അപ്പോൾ എന്തായാലും ഓക്കെ, ഞാൻ ഈ പറഞ്ഞ വഷളാക്കുന്നില്ല. അപ്പോൾ നമുക്കിന്ന് എന്താണ് ഫസ്റ്റത്തെ നോക്കാം. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ്. കണ്ടിട്ടുള്ള ആ ഒരു സാധനം നൂലിൻ്റെ പുറത്താണ്. യുനോ ഇങ്ങനത്തെ ഒരു നൂല് കാണുന്നുണ്ടോ? എൻ്റെ കയ്യിലൊരു നൂലുണ്ട്. എൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഐബ്രോ പ്രൊഡക്റ്റ് അങ്ങോട്ട് വെച്ച് തേക്കാൻ പോവാണ്. എന്നിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഇവർ പറയണത് കൊണ്ട് ലൈൻ ഉണ്ടാവണം എന്നാണ്. എൻ്റെ ഇപ്പം എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്ന് കൺസീലർ ഇട്ട് നോക്കാം. ബ്രഷൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ, ഞാനൊരു കൺസീലറാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആണ്. ഓക്കെ, നല്ലതാണേ. സോ നമുക്കിതിനൊരു 10-ലൊരു 8 മാർക്ക് കൊടുത്താലോ? വേണ്ട, 9 കൊടുത്താലോ? ഇപ്പം എനിക്കറിയാത്തതിൻ്റെ ആണല്ലോ. ഓക്കെ, നമുക്കൊരു 9 മാർക്സ് കൊടുക്കാം ഈ സാധനത്തിന്. ഓക്കെ, സോ 10-ൽ നമ്മൾ 9 കൊടുക്കാം. ഫേസ് ഇടാനാണ്. എൻ്റെ ആകെ കൂടിയുള്ളൊരു ക്രീം കോണ്ടോർ ഈ ഡാസിലറിൻ്റെ ആണ്. പക്ഷെ എനിക്കിത് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും രക്ഷയില്ലല്ലോ. ഞാൻ ഓൾറെഡി എൻ്റെ ഫേസിൽ കുറച്ച് കൺസീലർ മാത്രം ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച്
ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ അടച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം വെച്ചിട്ട് ഇടാൻ പോവാണ്. ഇത് ഭയങ്കര ഡാർക്കാണ് എനിക്ക്, എന്നാലും നമുക്ക് നോക്കാം. ഹാക്കാണല്ലോ. ഇത് കണ്ടിട്ട് അവസാനം നമ്മുടെ ഏതാണ് പറക്കും തളികയില് നമ്മുടെ മറ്റേ ചേച്ചീൻ്റെ പോലെയുണ്ട്. ബ്യൂട്ടിഫുൾ. ഇനി വല്ല റോട്ടിലും പോയിട്ടൊരു പാത്രവും പിടിച്ചിരുന്നാൽ പൂർത്തിയായി, ഞാനൊരു കോടീശ്വരിയായി. അപ്പോൾ ഞാൻ സക്സസ്ഫുള്ളി ഈ ഒരു സാധനം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവർ പറഞ്ഞിട്ടുള്ളത് റൗണ്ടായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ഇടാനാണ്. ഞാൻ റൗണ്ടിനുള്ള ഈസിക്ക് വേണ്ടിയിട്ട് ഞാൻ മൈഗ്ലാമിൻ്റെ ക്ലീൻ ബ്യൂട്ടി ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എനിക്കൊരു കാര്യം അറിയാം, അവർ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് കളർ ഉപയോഗിക്കണമെന്ന്. അപ്പോൾ ഇതാണെങ്കിൽ എനിക്ക് വളരെ ലൈറ്റാണ് ഈ ഷെയ്ഡ്. അപ്പോൾ നമുക്ക് നോക്കാം. പണ്ട് നമ്മളെ മറ്റേ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ ഒരുക്കൂലേ, വെളുപ്പിച്ചിട്ട് കുറേ മുകളിൽ കുറേ ചുട്ടിയൊക്കെ കുത്തി, അതുപോലെ നമ്മൾ മുഖം ഫുള്ള് വട്ടമിട്ട് വെക്കണം. ഓക്കെ, അതാ ഞാൻ ഫുള്ള് കുത്തിട്ട് വെച്ചിട്ടുണ്ട്. പണ്ടേ മറ്റെന്തോ ഭൂതക്കളിക്കൊക്കെ വരുന്ന ആൾക്കാരുടെ പോലെ ഉണ്ട്. അപ്പോൾ കാണാൻ നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ അവസാനം അതൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലെൻഡ് ചെയ്യാൻ തന്നെ ഒരു കൊല്ലെടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല, ഞാനൊന്നും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നു. കാരണം കോണ്ടോർ ഇട്ടിട്ട് അതാവുമ്പോഴത്തേക്കും ഡ്രൈ ആവും. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കുത്തി വരുമ്പോഴത്തേക്കും അതിലപ്പുറത്തെ ടൈം പോവും. അതിലും ഭേദം മര്യാദയ്ക്ക് ചെയ്യണതാണ്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഇതിന് 10ൽ എങ്ങനെ പോയാലും ഒരു 3 മാർക്ക്, മാക്സിമം 2 മാർക്ക് അത്ര മതി. കാരണം ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് ആർക്കും യൂസ് ചെയ്ത് ഒരു ഉപകാരവും ഉണ്ടാവില്ല. ഉപകാരം തന്നെ ടൈം എടുത്തിട്ട് അവിടെ നിന്നുണ്ടെങ്കിൽ ശരി, അതല്ല ടൈം എടുക്കില്ല എന്നെ പറ്റത്തില്ല. ഇനി അടുത്തത് വന്നിട്ട് ഈ കൊറിയൻസിൻ്റെ ഇങ്ങനെ ഒരു വി ഷേപ്പായിട്ടുള്ള ജോ ലൈൻ ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്യാനാണ്. പക്ഷെ അവരോട് ഉപയോഗിക്കുന്നത് ബ്ലാക്ക് കളർ ലൈനറാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ബ്ലാക്കും ഇല്ല ബ്രൗണും അല്ലാത്തൊരു ഷെയ്ഡാണ് ഉള്ളത്. അപ്പോൾ അതാണ് ആദ്യം ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ 3 ലൈൻസ് വരയ്ക്കുന്നു. ഓക്കെ, വരച്ചു, താടി വരച്ച പോലെ ഉണ്ട്. ഇനി ഇവർ ചെയ്തിട്ടുള്ളത് ഈ ഒരു വി പോർഷനിൽ കൺസീലർ കൊണ്ട് കൺസീൽ ചെയ്യാന്നുള്ളതാണ്. Such stupid hacks. എന്തൊക്കെയോ പോയി, അപ്പോൾ എനിക്ക് മനസ്സിലായി. സോറി. ചെയ്യുമ്പോൾ കറുത്തിരിക്കുമല്ലോ, അതുപോലെ ഇരിക്കുന്നുണ്ട്. എനിക്കതെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഞാൻ 10ൽ മുട്ട കൊടുക്കും. മുട്ട 0. ചെയ്തിട്ടുള്ളത് കൊറിയൻ മേക്കപ്പിൻ്റെ പ്രധാന പണിയാണ് എല്ലായിടത്തും ഇങ്ങനെ ചുവന്നിരിക്കൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മൈഗ്ലാമിൻ്റെ കേപ്ലേ ആണ്. കേപ്ലേ അവരുടെ കൊറിയൻ ഇൻസ്പയർഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു അതന്നെ എടുക്കാമെന്ന്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ബ്രോസ്, നമ്മുടെ ഈ ഒരു പോർഷൻ ഇവിടെ നമ്മുടെ ലിപ്സ്, ഇതിലൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ലെറ്റ് us see what is going to happen. ഓക്കെ, നമ്മൾ കണ്ണിൻ്റെ മുകളിലും ഫൈനലി ഇട്ടു. ഇപ്പോൾ കാണാൻ മറ്റേ നമ്മൾ ജംബോ സർക്കസിന് പോകുമ്പോൾ കാണുന്ന ക്ലൗണിൻ്റെ പോലെ ഉണ്ട് ലിറ്ററലി. അപ്പം ഞാൻ ഈ സാധനം ഒന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ.
4 പേര് വന്നൊരു അടി തന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കണ്ടിട്ടൊരുമാതിരി കൊറിയൻ ബൊമ്മയുടെ മുകളിൽ മുഖത്ത് കുറേ കരി വാരി തേച്ച് വെച്ച പോലെ ഉണ്ട്. എന്തൊക്കെയോ ഒരു ഇതൊക്കെ കാണുന്നുണ്ടല്ലേ. ഇതിലും ഭേദം ഞാൻ കൊറിയൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ്. അപ്പം അത് പിന്നെയും തോന്നും കൊറിയൻ മേക്കപ്പായിട്ട്, കൊറിയക്കാരിയായിട്ട് മിനിമം. ഒന്നും പറയാനില്ല. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് വർക്കാവും, ഇതും വർക്കാവും. അതായത് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഐഷാഡോ ആയിട്ടുള്ളതും വർക്കാവും, ചീക്സിൽ ബ്ലഷ് ആയിട്ടുള്ളതും വർക്കാവും. ഈ സാധനം നെവർ എവർ ഡു. ഇതൊരു ബോക്സ് ആണ്, ട്രയാങ്കിൾ ആണ് ഇവിടെ വരയ്ക്കുന്നത്. ലെറ്റ് മീ ഡ്രോ ട്രയാങ്കിൾ. ഇതിനൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഒരു ലൈൻ കുറച്ചും കൂടെ അടുപ്പിച്ചാണ് വരച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഓൾറെഡി ഒരു പൊട്ടാറ്റോ മൂക്കായിട്ടുള്ള എൻ്റെ മൂക്ക് കുറച്ചും കൂടി ഒരു തടിച്ചിയാക്കിയോ എന്നൊരു ചെറിയ സംശയം. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അടുത്ത് വരച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. പക്ഷെ ഇത് കമ്പാരിറ്റീവ്ലി നല്ലതാണ്. സോ ഇതിന് ഞാനൊരു 10-ലൊരു 7 കൊടുക്കാം. ഇനി അവർ ചെയ്ത ഹാക്ക് എന്ന് പറയുന്നത് കണ്ണിൻ്റെ താഴെ ബ്രൗൺ കളർ വെച്ചിട്ട് കണ്ണ് കുറച്ചും കൂടി വലുതാക്കി തോന്നിക്കുക. അങ്ങനെ ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രൗൺ കളർ പെൻസിലുണ്ട്. എന്തൊക്കെയൊക്കെയോ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു കോലത്തിൽ ഇത് കാണുമ്പോൾ എനിക്ക് തനി മുഖത്ത് കോക്കറാച്ചി വരച്ചത് പോലെ തന്നെ ജോക്കർ ലുക്ക് ഉണ്ടല്ലേ. എന്തായാലും നമ്മൾ തുടങ്ങി, നമുക്ക് അങ്ങോട്ട് തീർക്കന്നെ. ഒന്നും പറയാനില്ല. ഓക്കെ, വളരെ കുറച്ചെടുത്തിട്ടും ഇതിനെടുത്തിട്ട് ഞാനൊരു ന്യൂഡ് ലിപ്സ്റ്റിക്ക്, ന്യൂഡ് കളർ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇതും മൈഗ്ലാമിൻ്റെ തന്നെയാണ്. അത് ഇടാൻ പോവാണ്. ഞാനൊരു മെറൂൺ ലിപ്സ്റ്റിക്ക് എടുക്കുകയാണ്. ഇത് ഫേസസ് കാനഡേൻ്റെ ആണ്. അവർ പറഞ്ഞത് തുമ്പത്ത് ഇടണം എന്നാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ബ്രഷ് തന്നെ എടുക്കാൻ പോകണം. ഇനി അതിന് വേണ്ടിക്ക് ബഡ്സൊക്കെ എടുക്കാൻ പോകാൻ മടിയാണ് സത്യം പറയാം. അല്ലെങ്കിൽ നമുക്ക് ഈ എൻ്റെ വെച്ചിട്ട് ഇതിനൊന്ന് നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരു ട്വീസർ എടുക്കണം. ട്വീസർ ബ്രൗൺ കളർ സാധനമാണ് എടുക്കണം. ഞാൻ സെയിം നമ്മുടെ ബ്രൗൺ ഉള്ള സാധനം തന്നെയാണ് എടുക്കണത്. എന്നിട്ട് അതിനെന്താ എങ്ങനെ പിടിക്കോ? ഇത് ഞാൻ എന്തിൽ നോക്കും പിടിച്ചിട്ട് എനിക്ക് കണ്ണ് കാണാത്തതാണോ അത് ഫോക്കസ് ആവാത്താണോ? ഈ ഒരു മേക്കപ്പ് ഹാക്ക് കഴിഞ്ഞിട്ട് ഇപ്പം എന്നെ കാണാനുണ്ടല്ലോ, ഏതോ റോട്ടിൽ കുറേ കാലങ്ങളായിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ നാട്ടുകാരുടെ അടിയും ഇടിയും കൊണ്ട് വളരെ ദാരുണാവസ്ഥയിൽ കൊണ്ടുവന്ന ഒരു കൊച്ചിനെ പോലെ ഉണ്ട് ഇപ്പം എന്നെ കാണാൻ. എല്ലാം എന്തായാലും ഇതൊക്കെ ഒന്ന് ഊരി കളഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ ഇനി ഞാൻ ഇതേപോലെ ഇരുന്ന് നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ വല്ലവർക്കും വല്ല ഓർഫനേജിലും കൊണ്ടാക്കും. അതുപോലെ ഇരിക്കുന്ന ഞാനിപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഹാക്സ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ 5 minutes ഹാക്സ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും ഫണ്ണി ആയെന്നും ഹെൽപ്ഫുൾ ആയെന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യുക ഈ വീഡിയോ. ഓൾസോ നിങ്ങളെ ഈ വീഡിയോയിൽ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട്,
അല്ലെങ്കിൽ അടുത്ത കമ്മിങ് വീഡിയോസിൽ ഫീച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് യു ക്യാൻ ഡു ഇസ് #MS Squad എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് സെലക്ട് ചെയ്യുന്ന ഒരാളെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ അതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. ആൻഡ് ഓൾസോ ഡു നോട്ട് ഫർഗെറ്റ് ടു ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഓൾസോ ഓൺ ഹിയർ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ ഇടുക. എന്നാൽ മാത്രമേ വരുള്ളൂ. ഇത് ഞാൻ പാടി മടുത്തു. അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് സ്റ്റേ ഹാപ്പി, സ്റ്റേ കാം, സ്റ്റേ കൂൾ. ടാറ്റാ.